ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡിങ് ആണ് സബ്സ്ക്രിപ്ഷൻ. പരമാവധി സബ്സ്ക്രൈബറിനെ കൂട്ടിയെടുക്കുക. അതിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, രേണു സുധി അത്യാവശ്യം 2500ഓളം സബ്സ്ക്രൈബറിനെ കൂട്ടി ആക്കിയെടുത്തത്. അത് വെറും 190 രൂപ വെച്ചിട്ട് 2500 സംതിങ് സബ്സ്ക്രൈബറിനാക്കി വെച്ച്. അത് നമ്മൾ മാസത്തിൽ അതിന്റെ നമ്മളെ കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എമൗണ്ട് മാത്രമായിട്ട് 4.5 ലക്ഷത്തിന്റെ അടുത്തോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാസം തന്നെയാണ് ഈ 4.5 ലക്ഷം റുപ്യോളം രേണു സുധിക്ക് ലഭിക്കുന്നത് എന്ന ഒരു കാര്യം ഓർമ്മയാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി പിന്നെ ഈ ബിഗ് ബോസിലൊക്കെ പോയിരിക്കുന്ന ആ കുട്ടിയുണ്ടല്ലോ, പിന്നെ ആദില നൂറ, അവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 400-500 ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള സെലിബ്രിറ്റികളൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ ടൂള് പിന്നെ ആക്റ്റീവ് ആക്കിയിട്ട് അത്യാവശ്യം മാസത്തിൽ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും ആ ഒരു ടൂൾ ഉണ്ട്, പക്ഷെ ആർക്കും അതിനെ കുറിച്ചിട്ട് ഒന്നും അറിയുന്നില്ല. നിങ്ങളൊരു സെലിബ്രിറ്റി തന്നെ ആവണമെന്നില്ല, സെലിബ്രിറ്റി ആവാണ്ട് നമുക്ക് ആ സബ്സ്ക്രൈബറിന്റെ ടൂളിനെ കൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. 200-300 സബ്സ്ക്രൈബറിനൊന്നും പിന്നെ വേണമെന്നില്ല, ഒരു 50 സബ്സ്ക്രൈബർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മന്തിൽ ഒരു 200 രൂപ വെച്ചിട്ട് നമുക്ക് പിന്നെ ചാർജ് ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നിശ്ചിത സംഖ്യ നമുക്ക് ഒരു മാസത്തിൽ ലഭിക്കും. പക്ഷെ ആർക്കും അതിനെ കുറിച്ചിട്ട് അറിയുന്നില്ല, ആരും പിന്നെ അതിനോട് താല്പര്യവും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ചെറിയൊരു കഴിവുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊന്നെങ്കിൽ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുക്കിങ്ങിൽ നല്ല പ്രൊഫഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ സിംഗർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, നമ്മൾക്ക് ആർക്കും ഒരു കഴിവില്ലാണ്ട് ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചില്ല. ഒന്നെങ്കിലും ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാവണം. ഈ ഒരു ടൂള് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യുന്നതിലൂടെ മാസാമാസം നമുക്ക് ചെറിയൊരു വരുമാനം എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾക്ക് എല്ലാവരും ഈ CM ടൂളിന് വേണ്ടിയിട്ട് മാത്രം കാത്തിരിക്കേണ്ട, ഇങ്ങനെയുള്ള ഒരു ടൂളിനെ കൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുന്നത്? നിങ്ങളിപ്പോൾ ചെയ്തവരെ, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചിട്ട് നിങ്ങളെ ഫ്രണ്ട് ആയവരെ, അവര് നിങ്ങൾക്ക് മാസത്തിൽ ഒരു നിശ്ചിത സംഖ്യ, നിങ്ങൾ എത്രയാണോ സംഖ്യ വെക്കുന്നത് ആ സംഖ്യ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ആവലാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തുക അവരെ തന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അത്യാവശ്യം വീഡിയോ ഇട്ട് കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സിന് അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ലൈവ് ഇമ്പോർട്ടൻ്റ് ആണ്, ലൈവിൽ പോവുക. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റാണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ബാഡ്ജ് ഉണ്ടാവും, അത് ഫേസ്ബുക്ക് തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു സബ്സ്ക്രൈബർ എന്നുള്ള ധാരണയിൽ ഒരു പേരിൽ അവർക്കൊരു ബാഡ്ജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീഡിയോയിലൊക്കെ കമന്റ് ചെയ്യുമ്പോൾ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ബെനിഫിറ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കണം, അപ്പോഴോ അവർക്കും കൂടി കുറച്ച് കാര്യങ്ങൾ നടക്കും. അല്ലാതെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ ആക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒറ്റ വീഡിയോയിൽ തന്നെ ഇത് ഫിനിഷ് ആവണമെന്നില്ല, ചിലപ്പോൾ 2 or 3 പാർട്ടായിട്ട് ആയിരിക്കും ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെയുള്ള എഡിറ്റ് സൈനപ്പ് പേജ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് മാനേജ്മെന്റ് എന്നുള്ള ഈ ഭാഗത്ത് ഇവിടെ എഡിറ്റ് സൈനപ്പ് എന്നുള്ള ഭാഗത്ത് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ നമ്മുടെ റേറ്റ് കാണും, സബ്സ്ക്രിപ്ഷൻ പ്രൈസ്. നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ പ്രൈസ് ഇവിടെ എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസ് നമുക്ക് കൂട്ടാം. 89 ആണ് നിലവിലുള്ളത്. നമ്മളിവിടെ 169 ആക്കണം, 169 ആക്കാം, 199 ആക്കണം, 199 ആക്കാം, 249 ആക്കണം, 249 ആക്കാം, 399, 869. ഇങ്ങനെയുള്ള എമൗണ്ട് നമുക്ക് ഏതാ വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിലവിൽ ഞാൻ 89 ആണെന്നുള്ളത് 169 ആക്കിക്കോ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ സെറ്റ് പ്രൈസ് നമ്മൾ ഇവിടെ ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കത് 169 അത് ആക്റ്റീവായി വന്നിട്ടുണ്ടാവും. നമ്മൾ ബാക്ക് അടിക്കുക, അത് അവിടെ 169 കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രൊമോഷണൽ വീഡിയോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, അതായത് ഈ സബ്സ്ക്രിപ്ഷൻ ടൂളിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ആ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ആൾക്കാർ അറിയണമല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ ഇവിടെയുള്ള ആഡ് വീഡിയോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗാലറിയിൽ ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആഡ് എ വീഡിയോ ടു സേ ഹൈ ആൻഡ് ഗെറ്റ് പീപ്പിൾ എക്സൈറ്റഡ് അബൌട്ട് സബ്സ്ക്രൈബിങ് ടു യു. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോഷണൽ വീഡിയോ നിങ്ങൾ റെഡിയാക്കിയിട്ട് ഓൾറെഡി ഗാലറിയിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറയണം, നിങ്ങൾക്ക് ഈ എൻ്റെ
സബ്സ്ക്രിപ്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ നിങ്ങൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്തു തരും, ഞാൻ എന്തൊക്കെ രീതിയിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തു തരും, എപ്പോഴൊക്കെയാണ് ലൈവിൽ വരുന്നത്, ഏതൊക്കെ രീതിയിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആദ്യം നിങ്ങൾ റെഡി ആക്കിയിട്ട് വെക്കണം. എന്നിട്ട് വേണം ഇതിൽ അപ്ലോഡ് വീഡിയോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ നമ്മൾ സെലക്ട് ആക്കുക. ഇപ്പൊ നിലവിൽ ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മളിവിടെ ഷെയർ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഇതിപ്പോൾ അപ്ലോഡായി വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിന്റെ സാധാ റീൽ ഓപ്ഷനിൽ പോകുന്നതായിരിക്കും. നമ്മളിവിടെ റിവേഴ്സ് അടിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷണൽ വീഡിയോ ആക്കേണ്ടതിനോ അതുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സ് ഫോർ മേക്കിംഗ് എ പ്രൊമോഷണൽ വീഡിയോ, അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് ഫേസ്ബുക്ക് തന്നെ നമ്മൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കണമെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടിപ്സ് ഫേസ്ബുക്ക് തന്നെ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ റിവേഴ്സ് അടിച്ചതിന് ശേഷം പിന്നെ താങ്ക് യു വീഡിയോ, അതായത് അവര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അവർക്ക് പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്ലോഡ് വീഡിയോ. അതായത് താങ്ക് യു വീഡിയോ, നമ്മളെ ഒരു വീഡിയോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു നന്ദി പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ തരുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ വേറെ റെഡിയാക്കിയിട്ട് വെക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പും നമുക്ക് ഫേസ്ബുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇവിടെ അപ്ലോഡ് വീഡിയോ നമ്മൾ ഗാലറിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് വീഡിയോയിൽ ക്ലിക്ക് ആക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പബ്ലിഷ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ സബ്സ്ക്രൈബർ ആരാണോ നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതായിരിക്കും. പിന്നെ നമ്മളിവിടെ കൊടുക്കേണ്ടത് ആഡ് എലവേറ്റർ പിച്ച്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ടൈപ്പ് കുറച്ചും കൂടി വിശദീകരിച്ച് ടൈപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അത് നമ്മൾ സബ്സ്ക്രൈബർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബെനിഫിറ്റ്സ്. ഈ ബെനിഫിറ്റ്സിന്റെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ് അത് ഇവിടെ എഡിറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്ക് തന്നെ നമ്മളിലേക്ക് കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് നമ്മൾ ആരാണോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഇതിൽ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ബാഡ്ജ് ഇത് ഫേസ്ബുക്ക് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നമ്മൾ കമന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ബാഡ്ജ് കാണുന്നതായിരിക്കും. അതായത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ബാഡ്ജ്. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കമന്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കമന്റിന്റെ ഭാഗത്ത് വരുന്നതായിരിക്കും, പേരിന്റെ ഭാഗത്ത് വരുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇത് ഞാൻ പറഞ്ഞു ഡിഫോൾട്ട് ആയിട്ടുണ്ടാവും. പിന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അതായത് ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യുന്ന പോസ്റ്റ്, വീഡിയോ, ഫോട്ടോ ആൻഡ് പോൾസ് ദാറ്റ് ഓൺലി സബ്സ്ക്രൈബേഴ്സ് ക്യാൻ സീ, അതായത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള പോസ്റ്റർ, വീഡിയോ, ഫോട്ടോ ആൻഡ് പോൾസ് ആൻഡ് ദാറ്റ് ഓൾ സബ്സ്ക്രൈബേഴ്സ് ക്യാൻ സീ, അത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞല്ലേ, എന്തെങ്കിലും നമ്മൾ സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുക. പിന്നെ ലൈവ് വീഡിയോ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ലൈവ് വീഡിയോ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബർ ഗ്രൂപ്പ്, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അവരെ ആഡ് ആക്കും. അപ്പോൾ പിന്നെ ലാസ്റ്റ് എത്തത് ഹൈലൈറ്റഡ് കമന്റ്, അതായത് 5 ഫീച്ചേഴ്സ് കമന്റ് എ മന്ത് ഓൺ ലൈവിലൊക്കെ കമന്റ് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ഏതെങ്കിലും ടിപ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് ഒക്കെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കേട്ടോ. ഓപ്ഷൻ ഗോൾ, അതായത് നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു ഗോൾ ക്രിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ചാലഞ്ച് ക്രിയേറ്റ് ചെയ്യുക. സെറ്റ് എ ഗോൾ ടു ഗെയിൻ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് എൻകറേജ് പീപ്പിൾ ടു അൺലോക്ക് ആക്സസ് ടു യുവർ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്. എൻകറേജ്, അതായത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് എൻഗേജ് ആവും. എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആഡ് ഗോളിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സംഭവം അവർക്ക് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് എ ഗോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗോൾ മെസ്സേജ്, സബ്സ്ക്രൈബർ എമൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വരുന്ന കാര്യമാണത്. അതൊക്കെ ചെയ്യണം നിർബന്ധമില്ല. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്ന സബ്സ്ക്രൈബറിന്റെ ആ ബട്ടന്റെ ഫ്രണ്ട് പേജ് എങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അത് നമുക്ക് ഇവിടെ താഴെ നോക്കിയാൽ സാധിക്കും. അതായത് നമ്മൾ ഇതിന്റെ ലിങ്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ
പിന്നെ ഇടുന്ന റീൽസിന്റെ ഫ്രണ്ട് ഭാഗത്ത് പിൻ കമന്റ് ആയിട്ട് നമ്മളുടെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടായാലും അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. വ്യൂ സൈനപ്പ് പേജിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഫോട്ടോ മുകളിലുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഇൻസ്റ്റയിലും ഫോട്ടോ മുകളിലുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് 169 ആയിരിക്കും. ഇതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും ക്യാൻസൽ എനി ടൈം. നമ്മൾക്ക് ആരാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പോയി ചെയ്യാം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ബെനിഫിറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ലൈവ് വീഡിയോ ഞാൻ നേരത്തെ ടിക്ക് ചെയ്തിരുന്നു, അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ബാഡ്ജ്, പിന്നെ മൂന്നാമത്തത് ഈ ഡിസ്കൗണ്ട്. ഓക്കെ, ഈ 3 ബെനിഫിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിവിടെ ഈ സബ്സ്ക്രൈബ് അത് നോക്കിയിട്ടാണ് ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യവേ. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കുക, അതായത് മറ്റുള്ളവർ നമ്മൾ ചെയ്തു വെച്ചാൽ മാത്രം പോരല്ല, സബ്സ്ക്രൈബേഴ്സ് വരണം നമ്മളിലേക്ക്. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.